സഭയുടെ ചരിത്രത്തിൽ, വേദപുസ്തക ചരിത്രത്തിലും വളരെ ശ്രേഷ്ഠമായ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന വ്യക്തിത്വം. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും നമുക്കറിയാമല്ലോ. പഴയ നിയമത്തിൽ നമ്മൾ മാലാഖിയോടുകൂടി പ്രവചനം തീരുകയാണ്. അത് കഴിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ്റെ വരവ് വരെയുള്ള ഒരു 300 വർഷ കാലഘട്ടമുണ്ട്. ആ 300 വർഷ കാലഘട്ടത്തെ പുസ്തകങ്ങൾ നമ്മുടെ ബൈബിളിൽ ഇല്ലെങ്കിലും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽപ്പെട്ട ഡ്യൂട്രോ കാനോനിക്കൽ ബുക്സ്, മക്കാബിയരുടെ പുസ്തകം, അങ്ങനെ പറയുന്ന പുസ്തകങ്ങളിലൊക്കെ ആ ചരിത്രങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാലഘട്ടത്തെയും പഴയ നിയമ സത്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പഴയ നിയമ കാലഘട്ടത്തിലെ അവസാനത്തെ പ്രവാചകനും പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പ്രവാചകനും പുതിയ നിയമത്തെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതാണ് യോഹന്നാൻ സ്നാപകൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന, പഴയ നിയമ കാലഘട്ടത്തെയും പുതിയ നിയമ കാലഘട്ടത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് യോഹന്നാൻ സ്നാപകൻ. പഴയ നിയമ പ്രവാചകന്മാരെ പോലെ ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുകയും യേശുക്രിസ്തുവിൻ്റെ വരവിനു വേണ്ടി വഴിയൊരുക്കുകയും ചെയ്ത, മുന്നോടി എന്നാണല്ലോ പറയുന്നത്, വഴിയൊരുക്കുകയും ചെയ്തു. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം വളരെ ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുകയും വരാനിരിക്കുന്ന മശിഹായെ പറ്റി പ്രവചിക്കുകയും ചെയ്തവരാണ്. അതേപോലെ തന്നെ യോഹന്നാൻ സ്നാപകനും ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുകയും വരാനിരുന്നിക്കുന്ന മശിഹായ്ക്ക് വേണ്ടി വഴി ഒരുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് യോഹന്നാൻ സ്നാപകൻ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി നിലനിൽക്കുന്നത്. യോഹന്നാൻ മരുഭൂമിയിലാണ് പ്രസംഗിച്ചത്. അതാണ് യോഹന്നാൻ സ്നാപകനും മറ്റ് പ്രവാചകന്മാരും യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്, യോഹന്നാൻ അറസ്റ്റിലായെന്ന് കേട്ടപ്പോൾ കർത്താവ് പരസ്യ ശുശ്രൂഷ തുടങ്ങി. മാനസാന്തരത്തിൻ്റെ സുവിശേഷം യേശുക്രിസ്തു പ്രസംഗിച്ചു. എവിടെയാ? ഗലീല പ്രദേശങ്ങളിൽ ആൾക്കൂട്ടമുള്ളിടത്താണ് പ്രസംഗിച്ചത്. എന്നാൽ യോഹന്നാൻ സ്നാപകനിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തുവിൽ കാണുന്ന സംഗതി അതാണ്. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ മനുഷ്യർ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു പ്രസംഗം കേൾക്കാൻ. അതാണ് യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകതയും. മരുഭൂമിയിൽ അദ്ദേഹം അവിടെ ചെല്ലുകയായിരുന്നു. എന്തുകൊണ്ടാണ് യോഹന്നാൻ മരുഭൂമിയിലായി പോയത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ആധുനിക തലമുറ പഠിക്കേണ്ടതാണ്. വൈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് ഇൻ ദ വിൽഡർനെസ്. അത് അദ്ദേഹം പുരോഹിത പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ്. സക്കറിയ പുരോഹിതൻ്റെ മകനായി ജനിച്ച ആളാണ്. പൗരോഹിത്യ പാരമ്പര്യത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് പൗരോഹിത്യ സ്ഥാനത്തിനടുത്ത എല്ലാ അവകാശങ്ങളും അനുഭവിക്കുവാൻ സൗകര്യമുള്ള ആളാണ്. അതുകൊണ്ട് സമൂഹത്തിൽ അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കാനായിട്ട് പ്രാപ്തിയുള്ള ഒരു മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. പക്ഷെ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹം ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് പോയി. അതിന് കാരണം, മരുഭൂമിയിൽ ആ കാലഘട്ടത്തിൽ ഒരു സന്യാസ സമൂഹം ഉണ്ടായിരുന്നു. ആ സന്യാസ സമൂഹത്തെയാണ് പറയുന്നത് എസീൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, എസീൻ കമ്മ്യൂണിറ്റി. അവർ താമസിച്ചിരുന്നത് ഇന്ന് ചാവുകടലിന്, ഡെഡ് സീക്ക് പടിഞ്ഞാറ് വശമായിട്ട് കുമ്രാൻ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുമ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചവരാണ് ഈ സമൂഹം. അവരവിടെ വന്നങ്ങനെ താമസിക്കാൻ കാരണം, ഇസ്രായേൽ അല്ലെങ്കിൽ പാലസ്തീൻ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിനുള്ളിലാകുകയും യഹൂദ മത നേതാക്കന്മാർ റോമാ സാമ്രാജ്യത്തിലെ നേതാക്കന്മാരുമായി കൂട്ടുചേർന്ന് അധികാരം പങ്കുവയ്ക്കുകയും
തങ്ങളുടെ സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും സമ്പത്തും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യഹൂദ മതത്തിൻ്റെ തനതായ ആചാരങ്ങളെയും അതിൻ്റെ പാരമ്പര്യങ്ങളെയും ഒക്കെ നിസ്സാരമാക്കി കാണുകയും അങ്ങനെ അവരുടെ സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കാൻ റോമാ സാമ്രാജ്യത്തിൻ്റെ നേതാക്കന്മാരുമായി ചേർന്ന് അവരുടെ ഇംഗിതത്തിനൊത്ത് ജീവിക്കുകയും ചെയ്തതിൽ മനം നൊന്ത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള അൾട്രാ ഓർത്തഡോക്സ് ജ്യൂസ് ആയിട്ടുള്ള ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ വളരെ ശക്തമായി അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരു നല്ല സമൂഹം ആൾക്കാർ യഹൂദ്യയും യെരുശലേം സർക്കിളും യെരുശലേമിൻ്റെ പ്രദേശങ്ങളും വിട്ടിട്ട് ഞങ്ങൾക്കിനി ഈ മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന നിവൃത്തിയില്ല, ഇത് ദൈവകോപമായിരിക്കുമെന്ന് പറഞ്ഞ് അവരവിടം വിട്ട് മരുഭൂമിയിലേക്ക് വന്നു. അവർ ചാവുകടലിന് ഡെഡ് സീക്ക് പടിഞ്ഞാറ് വശത്തായി കുമ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ കമ്മ്യൂണിറ്റി, ഒരു ആശ്രമ പ്രസ്ഥാനം പോലെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സിറ്റി പണിതു. സത്യത്തിലൊരു സിറ്റിയാണ്, അതൊരു വലിയ ആൾക്കൂട്ടമുള്ള ഒരു സിറ്റിയാണ് അവിടെ പണിതു. ആ കുമ്രാൻ അവിടെ അവർ വേദപുസ്തകം എഴുതി, യഹൂദ മതത്തിൻ്റെ പാരമ്പര്യങ്ങൾ എഴുതി സൂക്ഷിച്ചു, അവിടെ പഠിപ്പിച്ചു. അങ്ങനെ കുമ്രാൻ കമ്മ്യൂണിറ്റിയിൽ യോഹന്നാൻ സ്നാപകൻ തനിക്ക് പട്ടണത്തിൽ ജീവിക്കാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് പട്ടണത്തിൽ ജീവിക്കുവാൻ, യെരുശലേം സർക്കിളിൽ ജീവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് യോഹന്നാൻ സ്നാപകൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി അവിടെ ചേർന്ന് പഠിച്ചു. അവിടെ ചേർന്ന് പഠിച്ച് ന്യായപ്രമാണം പഠിക്കുകയും മശിഹായെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തുകയും വരാനിരിക്കുന്ന മശിഹായുടെ പ്രത്യേകതകളെ പറ്റി പഠിക്കുകയും അങ്ങനെ യോഹന്നാൻ സ്നാപകൻ മശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി അവൻ്റേതായ ചില പാരമ്പര്യങ്ങളെ പുതുതായി സൃഷ്ടിക്കുകയും ചെയ്തു. പഴയ പാരമ്പര്യങ്ങളെ പഠിക്കുകയും പുതിയ പാരമ്പര്യങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹം തുടങ്ങി വെച്ച പാരമ്പര്യമാണ് സ്നാനം. യോഹന്നാൻ സ്നാപകൻ തുടങ്ങി വെച്ച പാരമ്പര്യമാണ് മാനസാന്തരപ്പെടുന്ന, പശ്ചാത്തപിച്ച് ഏറ്റുപറയുന്നവരെ, പാപം ഏറ്റുപറയുന്നവരെ, അവരുടെ ആ പാപം ഏറ്റുപറഞ്ഞു എന്ന് അവർക്ക് ഒന്ന് മനസ്സിലാക്കാനും അവരൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുവാനും വേണ്ടി പാപം ഏറ്റുപറഞ്ഞതിന് ശേഷം മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ജനത്തെ നയിക്കുകയും ആ ജനത്തെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയ ജനത്തെ അവരെ സ്നാനം ചെയ്യുകയും ചെയ്ത് അങ്ങനെ യോഹന്നാൻ സ്നാപകനിൽ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് യോഹന്നാൻ സ്നാപകൻ എന്ന പേര് വന്നതും. ഇതൊക്കെ നമുക്കറിയാവുന്ന സംഗതിയാണ്. അങ്ങനെ ഒരു പുതിയ പാരമ്പര്യത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. യേശുക്രിസ്തുവും ആ കമ്മ്യൂണിറ്റിയിൽ അംഗമായിരുന്നു എന്നാണ് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ക്രിസ്തുവും മരുഭൂമിയിൽ ഈ കമ്മ്യൂണിറ്റിയിൽ അംഗമായിരിക്കുകയും 30 വയസ്സിന് ശേഷമാണല്ലോ കർത്താവ് പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നത്. 30 വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ 19 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിൽ 19 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള 19ാമത്തെ വയസ്സെന്ന് പറയാൻ കാര്യം 19ാമത്തെ വയസ്സിലാണ് യേശുക്രിസ്തുവിന് 19 വയസ്സുള്ളപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ വളർത്തപ്പനായ ജോസഫ് മരിക്കുന്നത്. ജോസഫ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ക്രിസ്തു ഈ യെസീൻ കമ്മ്യൂണിറ്റിയിൽ വന്ന് അവിടെ ചേർന്ന് പഠിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പണ്ഡിത മതം. കർത്താവിൽ വാത്സല്യമുള്ളവരെ, യോഹന്നാൻ സ്നാപകൻ അങ്ങനെ മരുഭൂമിയിലെ ശബ്ദമായി മാറി. പ്രവാചകന്മാർ, യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായിട്ട് യോഹന്നാൻ മാറി. അവിടേക്ക് ആയിരക്കണക്കിന് മനുഷ്യരാണ് യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നത്. അവരെയാണ് യോർദാൻ നദിയിൽ അദ്ദേഹം മാമോദീസ മുക്കുന്നത്. യോർദാൻ നദി ഗലീല തടാകത്തിൽ നിന്ന് തുടങ്ങി ചാവുകടലിൽ വന്ന് തീരുന്നതാണ്, വന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ആ ചാവുകടലിൽ വന്ന് അവസാനിക്കുന്നത് കൊണ്ട് ആ ചാവുകടലിന് മുകളിലായിട്ട് യോർദാൻ നദി വന്ന് ഈ ചാവുകടലിലോട്ട് വന്ന് ചേരുന്നതിനും കുറച്ച് മുകളിലായിട്ടാണ് കുമ്രാൻ കമ്മ്യൂണിറ്റി. അതിന് അടുത്തായിട്ടാണ് യോഹന്നാൻ ഈ തൻ്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവരെയും മാമോദീസ മുക്കുന്ന ബാപ്റ്റിസ്മൽ സ്പോട്ട് എന്ന് പറയുന്ന യോർദാൻ നദിയിലെ സ്ഥലം. അതിനടുത്ത് ഇന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ വലിയൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിന് നിന്ന് ഈ ദനഹാ പെരുന്നാൾ ദിവസം കർത്താവ് മാമോദീസ മുക്കിയ ആ സ്പോട്ടിൽ വലിയ ദനഹാ പെരുന്നാളിൻ്റെ വലിയ ശുശ്രൂഷകളും ഒക്കെ എല്ലാ വർഷവും
നടക്കുന്നതുമാണ്. അവിടെയാണ് ബാപ്റ്റിസ്മൽ സ്പോട്ട് എന്ന് പറയുന്നത്. ഈ ഹോളി ലാൻഡ് വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ അവിടെ ഈ പെന്തക്കോസ്തൽ വിഭാഗങ്ങൾ ഗലീല തടാകത്തിന് താഴെയായിട്ട് ഒരു ബാപ്റ്റിസ്മൽ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയും അവിടെ ആൾക്കാർ മുങ്ങിയൊക്കെ ചെയ്യുന്നതുണ്ട്. പക്ഷേ യോഹന്നാൻ സ്നാപകൻ മാമോദീസ മുങ്ങിയ സ്ഥലം, മാമോദീസ മുക്കിയ അല്ലെങ്കിൽ യേശുക്രിസ്തു മാമോദീസ മുക്കിയ സ്ഥലം എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ കുമ്രാൻ സമൂഹത്തിന് അടുത്തായിട്ടുള്ള സെൻറ്റ് ജോർജ് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ സെൻറ്റ് ജോർജ് മൊണാസ്ട്രിക്ക് അടുത്തായിട്ടുള്ള അവിടെയാണ് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യൻ അവിടെ വരുന്നവരെ മാമോദീസ മുക്കുകയും മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തത്. യോഹന്നാൻ സ്നാപകൻ്റെ കാര്യത്തെപ്പറ്റി ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിച്ചത്, ഇത്രയും ഒരു പുരോഹിതൻ്റെ മകനായി ജനിച്ച് ഇത്രയും സൗകര്യങ്ങളിലൊക്കെ ജീവിക്കാൻ സാധ്യതയുള്ള മനുഷ്യൻ അതുപേക്ഷിച്ച് മരുഭൂമിയിൽ വന്ന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ചുറ്റി വെട്ടുക്കിള്ളിയും കാട്ടുതേനും ഭക്ഷണമായി സ്വീകരിച്ച് അങ്ങനെ ലളിത ജീവിതം നയിച്ച് ക്രിസ്തുവിൻ്റെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. നമ്മളിന്ന് നോക്കിയാൽ നമ്മളെല്ലാവരും ഈ ആഡംബരത്തിൻ്റെയും അത്യാർത്തിയുടെയും പിറകെ പോകുന്നവരാണ്. യോഹന്നാൻ്റെ പാഠം, യോഹന്നാൻ ഒന്നാമതായിട്ട് നൽകുന്ന സന്ദേശം ലളിത ജീവിതത്തിൻ്റെ സന്ദേശമാണ്. അതാണ് യോഹന്നാനിൽ നിന്ന് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. തനിക്ക് ഒരു പുരോഹിതൻ്റെ മകനായിരിക്കെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കെ താൻ അതെല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിൽ വന്ന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് വെട്ടുക്കിള്ളിയും കാട്ടുതേനും ഭക്ഷണമായി സ്വീകരിച്ച് ദിവ്യജ്ഞാനത്തിൻ്റെ നിറവിൽ ലോകത്തെ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തെ പരുവപ്പെടുത്തിയപ്പോൾ ആ യോഹന്നാൻ സ്നാപകൻ നമ്മൾക്ക് നൽകുന്ന ലളിത ജീവിതത്തിൻ്റെ പാഠം ഇന്നത്തെ തലമുറ പഠിക്കേണ്ടതാണ്. ഇന്ന് മനുഷ്യൻ സുഖസമൃദ്ധി സൗകര്യത്തിനും ആഡംബരങ്ങൾക്കും വേണ്ടി എത്രമാത്രം അത്യാർത്തിയുള്ളവനാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനുവേണ്ടി എന്ത് തിന്മപ്രവൃത്തികളും ചെയ്യാൻ മടി കാണിക്കാത്ത, എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിൽക്കാൻ മനുഷ്യൻ മടി കാണിക്കാത്ത ഒരു സാഹചര്യത്തിൽ തനിക്ക് എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുവാൻ സാധ്യമായിരിക്കെ അതെല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിൽ വന്ന് ലളിത ജീവിതം നയിച്ച് ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ തക്കവണ്ണം യോഹന്നാൻ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് ഗൗരവമായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെപ്പറ്റിയുള്ള വാർത്ത സഖറിയ പുരോഹിതനോട് ഗബ്രിയേൽ മാലാഖ പറയുമ്പോൾ ഗബ്രിയേൽ മാലാഖ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കത് കാണാമല്ലോ. അവൻ്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. അവൻ്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. ആ പലരും എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നവരാണ് നമ്മളും. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിൽ സന്തോഷിക്കുന്ന സമൂഹത്തിൻ്റെ ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ആ പ്രവചനത്തിൻ്റെ ആ ഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് നമ്മൾ. ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെയും ആ ജീവിതത്തെയും ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെയും ജനനത്തെയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തലമുറയെ പറ്റി ഓർത്ത് സന്തോഷിക്കുവാൻ, എല്ലാവർക്കും സന്തോഷിക്കുവാൻ സാധ്യമാകുന്ന തരത്തിൽ നമ്മുടെ പുതിയ തലമുറ വളർന്നു വരുന്നുണ്ടോ, നമ്മുടെ മക്കൾ വളർന്നു വരുന്നുണ്ടോ, നമ്മുടെ ജീവിതം അങ്ങനെയാണോ എന്നുള്ളത് കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാന്റെ ജീവിതത്തിൽ എല്ലാവരും സന്തോഷിക്കുമെന്ന് പ്രവചനം പറഞ്ഞപ്പോൾ നമ്മുടെ പുതിയ തലമുറയെ പറ്റി, നമ്മുടെ മക്കളെ പറ്റി, നമ്മളെപ്പറ്റി എല്ലാവർക്കും സന്തോഷിക്കാൻ തക്ക ജീവിതമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നോഹയുടെ ജനനത്തെ പറ്റി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നോഹ ജനിച്ച കാര്യം പറയുന്നുണ്ട്. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകൻ ജനിച്ചു. ദൈവം ശപിച്ച ഈ ഭൂമിയിൽ ഇവൻ എനിക്ക് ആശ്വാസകനായിരിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേരിട്ടു. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28-ാം വാക്യം. ലാമേക്കിന് 182 വയസ്സുള്ളപ്പോൾ ഒരു മകൻ ജനിച്ചു.
ദൈവം ശപിച്ച ഈ ഭൂമിയിൽ ഇവൻ എനിക്ക് ആശ്വാസകനായിരിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന പേരിട്ടു. ഓരോ കുഞ്ഞും ജനിക്കുമ്പോഴുള്ള മനുഷ്യൻ്റെ താല്പര്യമാണല്ലോ, സന്തോഷമാണല്ലോ, ഇവൻ അല്ലെങ്കിൽ ഇവൾ എനിക്ക് ആശ്വാസമായിരിക്കും. ഓരോ മനുഷ്യർക്കും മക്കൾ ജനിക്കുമ്പോഴുള്ള സന്തോഷം അതാണ്. ഇവൻ എനിക്ക് ആശ്വാസം നൽകും എന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയാണോ മനുഷ്യർ ജീവിക്കുന്നതെന്നുള്ളത്? മാതാപിതാക്കൾക്ക് ആശ്വാസമായി എല്ലാവർക്കും സന്തോഷമായിട്ടാണോ ജീവിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെപ്പറ്റി ഗബ്രിയേൽ മാലാഖ സക്കറിയ പുരോഹിതനോട് പറഞ്ഞത്, ഇവന്റെ ജനനത്തിങ്കൽ എല്ലാവരും സന്തോഷിക്കും എന്നാ പറഞ്ഞു. ഇന്നും നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനമോർത്ത്, ആ ജീവിതമോർത്ത് ഇന്നും നമ്മൾ സന്തോഷിക്കുമ്പോൾ, നമ്മുടെ ജീവിതമോർത്ത് മറ്റുള്ളവർക്ക് സന്തോഷിക്കുവാൻ, നമ്മുടെ മക്കളുടെ ജീവിതമോർത്ത് നമുക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവിത സാഹചര്യത്തിലാണോ അവർ വളരുന്നത്? ആ ഒരു സാഹചര്യത്തിലാണോ നമ്മൾ അവരെ വളർത്തുന്നത് എന്ന് പരിശോധിക്കാനും യോഹന്നാൻ സ്നാപകന്റെ ഈ ഓർമ്മ ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ആ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവൻ എങ്ങനെ ലോകത്തെ സന്തോഷിപ്പിച്ചു, ഇന്നും നാം സന്തോഷിക്കുവാൻ ഇടയാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സൗകര്യങ്ങളും തനിക്ക് ലഭ്യമായിരിക്കെ, ഒരു പുരോഹിതന്റെ മകൻ എന്നുള്ള നിലയിൽ എല്ലാ സൗകര്യങ്ങളും തനിക്ക് ലഭ്യമായിരിക്കെ അതെല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ ഡിസിപ്ലിൻ കാത്തു സംരക്ഷിച്ച്, ജീവിതത്തിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളെ കാത്തു സംരക്ഷിച്ച്, മരുഭൂമിയിൽ ചെന്ന് താമസിച്ച്, ജ്ഞാനത്തിൻ്റെ കൊടുമുടി കയറി എല്ലാവരോടും ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ യേശുക്രിസ്തു പോലും, നമ്മുടെ ശിഷ്യന്മാർ പോലെ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പോലും യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കാൻ മരുഭൂമിയിൽ പോവുകയും മരുഭൂമിയിൽ ചെന്ന് പ്രസംഗം കേട്ട് അതിൽ നിന്ന് അറിവ് സമ്പാദിച്ചവരുമായിട്ടാണ് പല ശിഷ്യന്മാരും. യോഹന്നാൻ സ്നാപകന്റെ സബദി മക്കളും മറ്റുള്ളവരും ഒക്കെ തന്നെ, അന്ത്രയോസും പത്രോസും ഒക്കെ തന്നെ ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കാൻ പോയത് പ്രസംഗം കേട്ട് വന്നിട്ടുള്ളവരാണ്. അങ്ങനെ ജ്ഞാനം സമ്പാദിച്ചു. ലോക ഇമ്പങ്ങളിൽ മുഴുകി ജീവിക്കാതെ ജ്ഞാനത്തിൻ്റെ കൊടുമുടി കയറാൻ തക്കവണ്ണമുള്ള താല്പര്യം, അങ്ങനെ ലോകർക്കെല്ലാവർക്കും സന്തോഷമായി മാറാൻ തക്കവണ്ണം ഇന്നും അദ്ദേഹത്തിൻ്റെ ജനനത്തിൽ മനുഷ്യർ സന്തോഷിക്കാൻ ഇടയായിത്തീരുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ തലമുറ പാഠമാക്കേണ്ട കാര്യം, യോഹന്നാൻ സ്നാപകരിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ പെരുന്നാൾ കൊണ്ട് സാധിക്കണം എന്ന് പറഞ്ഞത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. യോഹന്നാൻ സ്നാപകനെ പറ്റി നമുക്ക് ഒളിയംസ് ആൻഡ് ഓളിയംസ് എത്ര വേണമെങ്കിലും പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെപ്പറ്റി, മാനസാന്തരത്തിൻ്റെ സുവിശേഷത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ശിഷ്യ ഗണത്തെപ്പറ്റി ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. അങ്ങനെ പഠനം നടത്തുന്നതിനപ്പുറമായിട്ട് ആ ജീവിതം നമ്മൾക്ക് നൽകിയ നല്ല പാഠങ്ങളെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആ ജീവിതം മാതൃകയാക്കി സമൂഹം സന്തോഷിക്കുവാൻ തക്ക ഇടയാകുക. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലൂടെ എല്ലാവരും സന്തോഷിക്കുവാൻ ഇടയായതുപോലെ നമ്മുടെ ജീവിതത്തെ എല്ലാവർക്കും സന്തോഷിക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനുമുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാനുള്ള പ്രതിജ്ഞ എടുക്കുവാൻ ഈ പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.